വാട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഗായ്സ് സുസ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ബൈക്ക് ഫൈറ്റിനെ കുറിച്ചാണ്. ഈ ബൈക്ക് ഫൈറ്റിൽ മറ്റാരുമല്ല, റോയൽ എൻഫീൽഡ് 350, ക്ലാസിക് 350, അതുപോലെ തന്നെ ഡോമിനാർ 400 തമ്മിലുള്ള ഒരു ഫൈറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനല്ല നമ്മളോട് നമ്മുടെ നിങ്ങൾക്ക് വേണ്ടി മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറെ നമ്മുടെ റോയൽ എൻഫീൽഡ് 350 ബൈക്കും അതുപോലെ തന്നെ ഡോമിനാർ 400. ഓക്കെ, റോയൽ എൻഫീൽഡ് ഡോമിനാർ രണ്ട് വണ്ടിയും ഇല്ലെന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ 350 ഞാൻ ഓൺ ചെയ്തൊരു ബൈക്കാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസും പോട്ടെ, അതിൻ്റെ കംഫർട്ടായാലും അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയാം. അതുപോലെ തന്നെ ഡോമിനാർ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, ഡോമിനാർ 400. ജിമ്മിൽ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ ഹോമിയുടെ വണ്ടിയാണ്. അപ്പോൾ രണ്ട് വണ്ടിയും അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക പെർഫോമൻസ് ആയിരുന്നാലും ശരി, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ ഞാനിത് പറയാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡോമിനാർ 400 ഒരു ആഡ് ഇറക്കി ചൊറിഞ്ഞ ഒരു കാര്യത്തിനാണ്. ഓക്കെ, രണ്ട് വണ്ടിയും രണ്ട് സെഗ്മെൻറ്റും രണ്ടും കിടിലൻ തന്നെയാണ്. പക്ഷേ വെറുതെ ഡോമിനാർ പോയി ചൊറിയാൻ പോയ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നമസ്കാരം. ഒരു ബൈക്ക് മറ്റൊരു ബൈക്കിനെ ആഡ്സിൽ കളിയാക്കി, എന്നിട്ട് പിന്നെ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. ഇതിൽ സെഗ്മെൻറ്റ് 1 ഞാൻ പറയാവുന്ന കാര്യം മോക്കറിയുടെ സ്റ്റോറിയാണ്. ഡോമിനാർ 400 ലോഞ്ചായപ്പോൾ ആഡ്സിൽ ഒരു റോസ്റ്റ് ഉണ്ടായിരുന്നു. മെസ്സേജ് എന്ത്, ലെഗസി മാത്രം മതിയോ, പെർഫോമൻസ് വേണ്ടേ എന്നതായിരുന്നു ഡോമിനാറിൻ്റെ മെസ്സേജ്. ലെഗസി മാത്രം മതിയോ മച്ചാനെ, നിങ്ങൾക്ക് പെർഫോമൻസ് വേണ്ടോ, നിങ്ങൾ ഡോമിനാർ വാങ്ങിക്കൂ എന്നായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 അന്ന് ടാർഗറ്റ് ചെയ്തതെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ അതല്ലാത്ത സംഭവം പറഞ്ഞിരുന്നെന്ന് മാത്രമല്ല, ഫാൻസ് എല്ലാവരും അത് സസ്പെക്റ്റ് ചെയ്തു. ഓക്കെ, പക്ഷേ അതൊരു സംഭവം റോയൽ എൻഫീൽഡ് തന്നെയാണ് ഇത് നമ്മൾ പറയുന്നത്. ഇത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 തന്നെയാണ് ഡോമിനാർ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഡോമിനാറിൻ്റെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പവറാണ്, പക്ഷേ ക്ലാസിക് നമ്മുടെ 350യുടെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫീലാണ്. അന്ന് ഈ റോയൽ എൻഫീൽഡിനെ നമ്മൾ ചൊറിഞ്ഞ സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം ആയെന്ന് തോന്നുന്നു. കറക്റ്റ് ഒരു 10 വർഷം ആയെന്ന് തോന്നുന്നു. അപ്പോൾ 10 അല്ല, 2016 തോന്നുന്നത് ഡോമിനാർ ഇറങ്ങിയത്. എന്തായിരുന്നാലും കുറേ വർഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്ന് തന്നെ ഒരുപാട് ട്രോളും കാര്യങ്ങൾ ഇവന്മാർക്ക് എല്ലാവരും വന്നിരുന്നു. നമുക്ക് നല്ലപോലെ ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകും, പട്ടിയെ നമ്മൾ എഴുന്നള്ളത്തിന് കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ട്രോൾ എന്ന് പറയാം ഡോമിനാർ അന്ന് വാങ്ങിച്ചിരുന്നു. പക്ഷേ ട്രൂലി ഞാൻ പറയാം, ബജാജ് ഇറക്കിയ വണ്ടികളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടി തന്നെയാണ്. ഒരുപാട് വണ്ടി ഉണ്ടെങ്കിൽ അവരന്ന് ആ ഒരു ഡോമിനാർ ഇറക്കിയത് സത്യം പറഞ്ഞാൽ എനിക്കന്ന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തിന് ചുമ്മാ ചൊറിഞ്ഞ് എന്താ പറയുക, ചുമ്മാ പോയി ചൊറിഞ്ഞിട്ട് അവന്മാർ കയറി മാന്തി പൊളിച്ച് കളഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഒരു സെറ്റപ്പിൽ തന്നെയായിരുന്നു. ഇത് നമുക്ക് സെഗ്മെൻറ്റ് 2 നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, റോസ്റ്റൊക്കെ ഫൈൻ തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് എന്ത് പറയുന്നു അതിലാണ് കാര്യം. നിങ്ങൾ ചൊറിഞ്ഞു കഴിഞ്ഞാലും മറ്റെന്താ കഴിഞ്ഞാലും ബാക്കി അതൊക്കെ പോട്ട്, അതൊക്കെ ഒരു ഭാഗമായിട്ട് അങ്ങ് പോകും. പക്ഷേ മാർക്കറ്റ് എന്ത് പറയും, സെയിൽസ് റിയാലിറ്റി എന്ത് പറയും, അതിൽ നിങ്ങൾ അത്ത് കാണിക്കണം. നമ്മുടെ ക്ലാസിക് 350 നിങ്ങൾ ഈ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞെട്ടും. ക്ലാസിക് 350 മാസം തോറും 10,000-30,000 ഒക്കെയാണ് വിറ്റ് പോകുന്നത്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ചാർട്ട് കാണിച്ചു തരാം. ഓരോ മാസം 30,000, 20,000 ഈ റേഞ്ചിലൊക്കെയാണ് എന്ത് പറയും ക്ലാസിക് 350 വിറ്റ് പോയിട്ടുള്ളത്. എന്നാൽ ഓക്കെ, അത് വളരെ നല്ല കാര്യം. ഇത്രയും നല്ല സെയിൽസ് കാരണം എന്ന് വെച്ചാൽ അത്രയും മാത്രം കോർ ഓഡിയൻസാണ് ക്ലാസിക് 350 ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നീലാകാശം പച്ചക്കടൽ അതൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതിൻ്റെ സ്കൈ റോക്കറ്റ് പോലെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് എല്ലാം അങ്ങ് പോയത്. ഓക്കെ, തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. ഇനി ഡോമിനാർ എന്ന് പറയുന്നു നോക്കാം. ഡോമിനാർ 400 മാസത്തിൽ 100 വെറും 1000 താഴെ 500, 400, 300 അല്ലെങ്കിൽ 800 ഈ റേഞ്ചിലാണ് എന്താ പറയുക ഡോമിനാർ 400ൻ്റെ അത്രയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായല്ല? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ? ഡോമിനാർ സ്പീഡ് കാണിച്ചു, റോയൽ എൻഫീൽഡ് ചാർട്ട് കാണിച്ചു. ഇവിടെയാണ് ഒരു ഡ്രമാറ്റിക് മ്യൂസിക്കിൻ്റെ അത്യാവശ്യമുള്ളത്. ടോ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക്കിന് ഇവിടെ ഇട്ട് കൊടുക്കണം. ഡോമിനാർ സത്യം പറഞ്ഞ സ്പീഡ് കാണിച്ചു, പക്ഷേ റോയൽ എൻഫീൽഡ് ചാർട്ട് കാണിച്ചല്ല. സെയിൽ കാണിക്കൂ, നിങ്ങൾ ചൊറിഞ്ഞു നിങ്ങൾ അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല. സെയിൽ കാണിക്കൂ. സെയിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡോമിനാറിന് ഡബിൾ അല്ല, ഇത് ട്രിപ്പിൾ എന്താ പറയുക ഊക്കായിപ്പോയി. ഊക്കിൻ്റെ ഊക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ ഊക്കായിപ്പോയി. പക്ഷേ പ്രശ്നം ഞാൻ എപ്പോഴും പറയുന്നു, ഡോമിനാർസ് നല്ല വണ്ടി, പക്ഷേ ചൊറിയാൻ പോയി വെറുതെ എന്ന് പറയും ആറ്റം ബോംബ് പണി വാങ്ങിച്ചു. പക്ഷേ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ബജാജ് ഡോമിനാറിൻ്റെ അതിനേക്കാളും അത്യാവശ്യം നല്ല ബൈക്കുകൾ എന്താ പറയുക ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ റിയാലിറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഡോമിനാർ 400 മിക്കവാറും എന്താ പറയുക അവരെന്താ പറയുക എക്സ്റ്റിങ്ഷനിലോട്ട് പോകും. അവരെന്താ പറയുക നിർത്താൻ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പോകണമെങ്കിൽ
ഡോമിനാർ എന്ത് പറയും നിർത്തും. ഈ നിർത്തുമ്പം നിങ്ങൾ നോക്കിക്കോണം ഒരു 1.5 ഊക്ക് വീണ്ടും കിട്ടും. കാരണം എന്ന് വെച്ചാൽ പണ്ട് ക്ലാസിക് 350 ചൊറിഞ്ഞ മാത്രമേ ഇവന്മാർക്ക് അറിയാത്തുള്ളൂ. അതിനുശേഷം ഡോമിനാർ 400 ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ പോലും അവന്മാരില്ല എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഊക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ പെർഫോമൻസ് കിങ് ഡോമിനാർ തന്നെയാണ്. മാർക്കറ്റിംഗ് കിങ് ക്ലാസിക്. ഡോമിനാർ പറഞ്ഞത് ബീസ്റ്റ് മോഡ്, ക്ലാസിക് പറഞ്ഞത് മാസ് മോഡ്. ഇവിടെ ലെസൺ എന്ത്? പവർ ഇംപ്രസ് ചെയ്യും, പക്ഷേ ഇമോഷൻ കണക്ട് ചെയ്യും. അതാണ് റോയൽ എൻഫീൽഡ് ഈസ് എൻ ഇമോഷൻ. അതാണ് സത്യം പറഞ്ഞ ആൾക്കാരെന്ന് പറയാൻ കണക്റ്റ് ആക്കിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു ഇത് കാര്യമാണ്. പണ്ട് വെറുതെ പോയി ചൊറിഞ്ഞ ഒരു പാർട്ടിക്കാർ ഇപ്പോഴിതാ എക്സ്റ്റിങ്ഷനിലെ വക്കിൽ നിൽക്കുകയാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഇത് സെയിലെന്ന് പറഞ്ഞാൽ അങ്ങ് ഡബിളാണ്. ഡോമിനാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീരും പൊട്ട് എന്ന് പറഞ്ഞ ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ടീം ഡോമിനാർ ടീം ക്ലാസിക്. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഡോമിനാർ വീണ്ടും നിങ്ങളെ റോസ്റ്റ് ചെയ്യും. സബ് ചെയ്യൂ, അടുത്ത ഫൈറ്റ് ഉടനെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.